ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണെന്ന് നമുക്കറിയണ്ടേ? നിങ്ങൾക്കിത് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടായിരിക്കും അല്ലേ? നമ്മളിന്ന് നമ്മളുടെ വിളവെടുപ്പ് നടത്താൻ പോവാണ് കേട്ടോ. നമ്മുടെ കുട്ടി സിയ വെച്ച് പച്ചക്കറികളാണ് കേട്ടോ ഇത്. പച്ചമുളകുണ്ട്, വഴുതനങ്ങയുണ്ട്, വെണ്ടയ്ക്കയുണ്ട്, പിന്നെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതുണ്ടോ നിറയെ മുളകുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സിയ ഇത് വെക്കേഷൻ ടൈമിൽ വെച്ചതാണ്. സിയ അങ്കിളും ആൻറ്റിയും കൂടെ വെക്കേഷൻ ടൈമിൽ വെച്ച പച്ചക്കറികളാണ് കേട്ടോ ഇത്. നമുക്കപ്പോൾ ഇന്ന് വിളവെടുക്കാം. കാരണം മഴയൊക്കെയാണ്, കാറ്റ് വന്ന് തക്കാളിയൊക്കെ ഇങ്ങനെ മറിഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് വിളവെടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറേ ആയിട്ട് നോക്കിയിരിക്കുക. സിക്ക് ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അത് കാരണം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങളിതാ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും ഫുള്ള് ചെടികളൊക്കെയാണ് കേട്ടോ. ഇതെന്താണെന്ന് അറിയുമോ? ഡ്രാഗൺ ഫ്രൂട്ടാണ് കേട്ടോ. അതിലിതുവരെ പൂവൊന്നും വന്നിട്ടില്ല. നമ്മളത് നോക്കിയിരിക്കുകയാണേ. നോക്കിക്കേ എന്തോ ചെയ്യാൻ നോക്കാം. വെണ്ടയുണ്ടോ? കാരണം നമ്മൾ വാങ്ങിക്കുന്നതിലും കൂടുതൽ വലിപ്പം ഇതൊക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ തക്കാളി അത് കാറ്റ് വന്നിട്ട് നമുക്ക് മറിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് കത്രിക്ക എടുക്കാനുണ്ട്. അല്ല, കത്രിക്കയല്ല, ഇത് വഴുതനങ്ങ. ഇത് നീളമുള്ള വഴുതനങ്ങയല്ല, മറ്റേ റൗണ്ടിലുള്ളതാണ്. ഇതാണ് ഏറ്റവും വലിയത്. ഇതൊക്കെ ഇത്ര കൊണ്ടാണെന്ന് തോന്നണം ഇത്രയും വലിയ. സാധാരണ കടയിലൊന്നും ചെയ്യതാണ് കിട്ടണം. പക്ഷേ ഇത് നല്ല വലിയതാണ് കണ്ടോ. നല്ല വലിയതുള്ള മുളകാണ്. നമുക്ക് രണ്ടാമത്തെ വെണ്ടൊക്കെ പറയാം. ഇപ്പം നമ്മുടെ ഇതിൻ്റെ പേരെന്തായി? വഴുതനങ്ങ. നല്ല കാറ്റാണ് കേട്ടോ. നല്ല മഴയും കാറ്റുവാ. എനിക്ക് മുറിക്കാൻ പറ്റില്ല. ഞാൻ മുറിക്കണോ? കാരണം അതിൻ്റെ ഇതിന് ഭയങ്കര കട്ടിയുണ്ടല്ലോ, അതുകൊണ്ടാണ്. രണ്ടാമത്തെ കാഴ്ചയില്ല അത് മൂത്തുക അത്രേ ആവുള്ളൂ. പിന്നെ വെണ്ടയ്ക്ക നമ്മൾ മൂത്തത് കൊണ്ട് ഇപ്പം എടുക്കുന്നില്ല കേട്ടോ. ഇത് മൂത്ത് പോയതല്ല എല്ലാം അല്ല കേട്ടോ. ഒരെണ്ണം മാത്രം മൂത്തതുള്ളൂ. ഇത് ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ സമയം അതുകൊണ്ട് ഞങ്ങൾ ഇതെടുക്കാൻ നമുക്കൊന്ന് കഴുകിയൊന്ന് എടുക്കട്ടോ. ഇത് നല്ല ഫ്രഷാണ് കേട്ടോ. നിങ്ങൾക്ക് ഫ്രഷുള്ള സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ വീട്ടിൽ തന്നെ വെച്ച് ഉണ്ടാക്കിയിട്ട് വേണം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് വീട്ടിൽ വെച്ച് ഉണ്ടാക്കിയിട്ട് നല്ല ഫ്രഷായിട്ടുള്ള കിട്ടണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.